Hello all, welcome to software engineering course. Today we are discussing the use case diagrams. Use case diagrams എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ നോക്കാൻ പോകുന്നത്. So to model a system, the most important aspect is to capture the dynamic behavior of a system. ഒരു സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് ബിഹേവിയർ കറക്റ്റായിട്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താലാണ് നമുക്കൊരു സിസ്റ്റം മോഡൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കറക്റ്റായിട്ട് ചെയ്യാനോ പറ്റുള്ളൂ. സോ ഡൈനാമിക് ബിഹേവിയർ മീൻസ് ദ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം വെൻ ഇറ്റ് ഈസ് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ്. ഇതൊരു സിസ്റ്റം റൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തോ എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ എന്നുള്ളതാണ്, അതാണ് ഡൈനാമിക് ബിഹേവിയർ എന്നുള്ളത് നമുക്ക് ഉദ്ദേശിക്കുന്നത്. In UML, there are 5 diagrams available to model the dynamic nature, and use case diagram is one of them. UML നമുക്ക് 5 ഡയഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ് ഒരു സിസ്റ്റത്തിൻ്റെ മോഡലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. അതിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് യൂസ് കേസ് ഡയഗ്രാം? ഒരു യൂസ് കേസ് ഡയഗ്രാംസിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. The internal and external agents are known as actors. The use case diagrams consist of actors, use cases, and their relationships. The diagram is used to model the subsystem of an application. Use case diagrams are drawn to capture the functional requirements of the system. A single use case diagram captures a particular functionality of the system. Hence, to model the entire system, a number of use case diagrams are used. യൂസ് കേസ് ഡയഗ്രാംസിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളുകളെ, ഇൻറ്റേർണലായിട്ടോ എക്സ്റ്റേണലായിട്ടോ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഏജൻസിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെയാണ് നമ്മൾ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. യൂസ് കേസ് ഡയഗ്രാംസ് കൺസിസ്റ്റ് ഓഫ് ആക്ടേഴ്സ്, യൂസ് കേസസ് ആൻഡ് ദ റിലേഷൻഷിപ്സ്. അതായത് ഒരു യൂസ് കേസ് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്നത് ആക്ടേഴ്സ്, യൂസ് കേസസ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്സ്, അതാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രാംസ് വെച്ച് പ്ലോട്ട് ചെയ്യുന്നത്. ദ ഡയഗ്രാം ഈസ് യൂസ് ടു മോഡൽ ദ സിസ്റ്റം. ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ സബ് സിസ്റ്റം മോഡൽ ചെയ്യാനാണ് നമ്മൾ ഈ യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അതൊരു എൻ്റയർ ആപ്ലിക്കേഷൻ്റെ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരു സബ് സിസ്റ്റം, ഒരു ചെറിയ ഫങ്ഷണാലിറ്റി എന്താണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനോ ആണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രാം നമ്മുടെ യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ദെൻ യൂസ് കേസ് ഡയഗ്രാംസ് ആർ ഡ്രോൺ ടു ക്യാപ്ചർ ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് കേസ് ഡയഗ്രാംസ് ഉണ്ടാകും. അതുപോലെ എ സിംഗിൾ യൂസ് കേസ് ഡയഗ്രാം ക്യാപ്ചേഴ്സ് എ പർട്ടിക്കുലർ ഫങ്ഷണാലിറ്റി ഓഫ് എ സിസ്റ്റം. ഒരു സിംഗിൾ യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ മാത്രമായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു യൂസ് കേസ് ഒരു ആപ്ലിക്കേഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ അധികം യൂസ് കേസ് ഡയഗ്രാംസ് ആവശ്യമുണ്ടാകും. ഹെൻസ് ടു മോഡൽ ദ എൻ്റയർ സിസ്റ്റം എ നമ്പർ ഓഫ് യൂസ് കേസ് ഡയഗ്രാംസ് ആർ യൂസ്ഡ്. സോ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡലിൽ നിന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ അധികം യൂസ് കേസ് ഡയഗ്രാംസ് ഉണ്ടാകും. പർപ്പസ് ഓഫ് യൂസ് കേസ് ഡയഗ്രാം. വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് യൂസ് കേസ് ഡയഗ്രാംസ്? എന്താണ് യൂസ് കേസ് ഡയഗ്രാമത്തിൻ്റെ ആവശ്യം? ഇറ്റ് ഈസ് യൂസ് ടു ഗ്യാദർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ യൂസ് ടു ഗെറ്റ് ആൻ ഔട്ട്സൈഡ് വ്യൂ ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ വ്യൂ, ഔട്ട്സൈഡ് വ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യും. അതുപോലെ ഐഡൻറ്റിഫൈ ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് ഇൻറ്ററാക്ഷൻ എമംഗ് ദ റിക്വയർമെൻറ്റ്സ്. അതായത് ആ റിക്വയർമെൻറ്റ്സ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്താണ് എന്നും കാണിക്കാൻ നമ്മൾക്ക് യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യും. ദെൻ വെയർ ടു യൂസ് എ യൂസ് കേസ് ഡയഗ്രാം. എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ ഏതൊക്കെ ഫേസസിലാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്? Requirement analysis and high-level design, then model the context of a system, reverse engineering and forward engineering.
റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ഫേസിൽ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഹൈ ലെവൽ ഡിസൈനിൽ നമുക്ക് യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ദെൻ ടു മോഡൽ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൻ്റെ മോഡൽ ചെയ്യുക, അതായത് കോണ്ടെക്സ്റ്റിനെ മോഡൽ ചെയ്യാനായിട്ട് എന്താണ് ആ സിസ്റ്റത്തിൻ്റെ ഉപയോഗം എന്നൊക്കെ നമ്മൾ കോണ്ടെക്സ്റ്റ് മോഡലിംഗ് നമ്മളെന്ന് അത് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. ആ ഒരു പർട്ടിക്കുലർ ഫേസിൽ നമ്മൾ യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇസ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാകും. ആ സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷനോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടായിരിക്കും അതിൻ്റെ എക്സ്പാൻഷനോ അല്ലെങ്കിൽ എക്സ്റ്റൻഷനോ നമ്മൾ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മോഡൽ, ഒരു സിസ്റ്റത്തിനെ നമ്മൾ മോഡൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് അതും നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ വരുന്നതാണ്. അതിന് നമ്മൾക്ക് യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ദ നെക്സ്റ്റ് വൺ ഈസ് ഫോർവേഡ് എഞ്ചിനീയറിംഗ്. ഫോർവേഡ് എഞ്ചിനീയറിംഗ് മീൻസ് ഫ്രം ദ സ്ക്രാച്ച്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമുക്ക് യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം. അതാണ് ഫോർവേഡ് എഞ്ചിനീയറിംഗ്. അതായത് നോർമലി ഉള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ പ്രോസസ്സിംഗ് ആണ് ഫോർവേഡ് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം ദ സ്ക്രാച്ചിൽ നമ്മൾ തുടങ്ങുന്നതാണ് ഫോർവേഡ്. ഹൗ ടു ഡ്രോ എ യൂസ് കേസ് ഡയഗ്രാം. എങ്ങനെയാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രാം ഡ്രോ ചെയ്യുന്നത്, വരയ്ക്കുന്നത് എങ്ങനെയാണ്? യൂസ് കേസ് ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞു ആക്ടേഴ്സ് ഉണ്ടാകും, ഫങ്ഷണാലിറ്റീസ് ഉണ്ടാകും, ദെൻ അത് നമ്മൾ റിലേഷൻഷിപ്സും കാണിക്കുന്നതാണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. സോ ഈ ആക്ടേഴ്സ് ക്യാൻ ബി എ ഹ്യൂമൻ യൂസർ, സം ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻസ് ഓർ മേ ബി സം എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ യൂസർ ആകാം, ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും ആകാം. എന്തായാലും നമ്മൾക്ക് ഈ 3 കാര്യങ്ങൾ എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഒരു യൂസ് കേസ് ഡയഗ്രാം വയ്ക്കാൻ പറ്റുന്നത്. ആ 3 കാര്യങ്ങളാണത്. വി ഷുഡ് ഹാവ് ദ ഫോളോവിങ് ഐറ്റംസ് ടു ബി ഐഡൻറ്റിഫൈഡ്. ഫങ്ഷണാലിറ്റീസ് ടു ബി റെപ്രസെൻറ്റഡ് ആസ് യൂസ് കേസ്, ആക്ടേഴ്സ്, റിലേഷൻഷിപ്സ് എമംഗ് ദ യൂസ് കേസസ് ആൻഡ് ആക്ടേഴ്സ്. എന്താണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നമ്മൾ യൂസ് കേസായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആക്ടേഴ്സ് ഉണ്ടാകും, ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണലായിട്ടോ ഇൻറ്റേർണലായിട്ടോ കോണ്ടാക്ട് ചെയ്യുന്നത്, അവരാണ് ആക്ടേഴ്സ്. ദെൻ റിലേഷൻഷിപ്സ്, ഈ ആക്ടേഴ്സും ഫങ്ഷണാലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്സ്, ആക്ടേഴ്സ് എങ്ങനെയാണ് ഈ ഒരു ഫങ്ഷണാലിറ്റീസിന് വേണ്ടിയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ആ ഒരു ഇതാണ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് കേസസും ആക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ അതുപോലെ ഫങ്ഷണാലിറ്റീസും ആക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏത് യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നാണ് ഇനിയുള്ള സ്ലൈഡിൽ പറയുന്നത്. The name of a use case is very important. The name should be chosen in such a way so that it can identify the functionalities performed. ഈ ഒരു യൂസ് കേസിൻ്റെ പേരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റി എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേരായിരിക്കും നമ്മളെപ്പോഴും യൂസ് കേസിന് കൊടുക്കേണ്ടത്. അത് ഓവറോൾ സിസ്റ്റത്തിനുള്ളതാണെങ്കിലും ഓരോ സബ് സിസ്റ്റത്തിനുള്ളതാണെങ്കിലും ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റി എന്താണോ അതനുസരിച്ചായിരിക്കണം അവിടെ യൂസ് കേസിന് നമ്മൾ പേര് കൊടുക്കുന്നത്. ദെൻ ഗീവ് എ സ്യൂട്ടബിൾ നെയിം ഫോർ ആക്ടേഴ്സ്. ആക്ടേഴ്സിന് കൃത്യമായിട്ടുള്ള പേര് കൊടുത്തിരിക്കണം. അതായത് ആ ഒരു ആക്ടറിൻ്റെ പേര് കണ്ടാൽ അറിയണം എന്താണ് അയാളുടെ റോളെന്ന്. ദെൻ ഷോ റിലേഷൻഷിപ്സ് ആൻഡ് ഡിപ്പെൻഡൻസീസ് ക്ലിയർലി ഇൻ ദ ഡയഗ്രാം. റിലേഷൻഷിപ്സും അതിൻ്റെ ഡിപ്പെൻഡൻസീസും ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. Do not try to include all types of relationships as the main purpose of the diagram is to identify the requirements. ഈ യൂസ് കേസിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ റിലേഷൻഷിപ്സും, അതായത് വളരെ ചെറിയ റിലേഷൻഷിപ്സ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. യൂസ് നോട്ട്സ് വെനെവർ റിക്വയർഡ് ടു ക്ലാരിഫൈ സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ക്ലാരിഫൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് നോട്ട്സ് ഉപയോഗിക്കാം. അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിരിക്കണം. ആ ഒരു പോയിൻ്റ് എന്താണ് എന്നുള്ളത് ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് യൂസറിനെ ക്ലാരിഫൈ ചെയ്യാൻ ആയിരിക്കും. ഇതൊക്കെയാണ് യൂസ് കേസ് ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. This diagram shows a sample use case diagram. ഒരു സാമ്പിൾ യൂസ് കേസ് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ.
നമ്മൾ പറഞ്ഞു യൂസ് കേസ് ഡയഗ്രത്തിന് ഒരു പേരുണ്ടാവണം എന്ന്. കൃത്യമായിട്ട് ആ പേര് ഇവിടെ കിടക്കുന്നുണ്ട്, യൂസ് കേസ് ഡയഗ്രാം ഓഫ് ആൻ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ നമുക്ക് ആ പേരിൽ നിന്ന് അറിയാൻ പറ്റും ഇതൊരു ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള യൂസ് കേസ് ഡയഗ്രാമാണ് എന്നുള്ളത്. ദെൻ ഇതിവിടെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളാണ് ആക്ടർ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെയാണ് ആക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് ആക്ടറുടെ പേരാണ് കസ്റ്റമർ എന്നുള്ളത്. സോ നമ്മൾക്കറിയാം കസ്റ്റമർ നോർമലി ഒരു ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഉണ്ടാകും, അയാൾ ഓർഡർ പ്ലേസ് ചെയ്യും. ആ ഒരു ഫംഗ്ഷനാലിറ്റി മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അതായത് ഇത് കംപ്ലീറ്റ് അല്ല ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ. ജസ്റ്റ് ഒരു കസ്റ്റമർ വരെ ഓർഡർ പ്ലേസ് ചെയ്യാത്തതേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളായിട്ടില്ല. ഇതൊരു സബ് സിസ്റ്റത്തിൻ്റെ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു സബ് സിസ്റ്റം ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷനാലിറ്റി മാത്രമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ യൂസ് കേസസ് ആയിട്ട് വരുന്നത് മെയിനായിട്ട് വരുന്ന യൂസ് കേസാണ് ഓർഡർ, ദെൻ സ്പെഷ്യൽ ഓർഡർ ആൻഡ് നോർമൽ ഓർഡർ. ഇതിൽ ഓർഡറാണ് ആക്ച്വലി മെയിൻ യൂസ് കേസ്. ദെൻ അതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനാണ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് വേർഷനാണ് സ്പെഷ്യൽ ഓർഡറും നോർമൽ ഓർഡറും. ഇപ്പോൾ കസ്റ്റമർ സാധാരണ ചെയ്യുന്ന ഓർഡറാണ്, അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് സ്പെഷ്യൽ ഓർഡർ ആക്കാം അല്ലെങ്കിൽ നോർമൽ ഓർഡർ ആക്കാം. ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡോട്ടഡ് ലൈനിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഓൾറെഡി ഇതിൻ്റെ ഇൻഹെറിറ്റൻസ് ആണ് അവിടെ വരുന്നത്, ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് റിലേഷൻഷിപ്പാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഏത് യൂസ് കേസ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു ബൗണ്ടറി ഉണ്ടാകും. ആ ബൗണ്ടറി എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ ഈ സ്ക്വയർ ഷേപ്പിൽ കാണുന്നത്. അതിന് നമ്മൾ പറയുന്നത് സിസ്റ്റം ബൗണ്ടറി എന്നാണ്. ഈ കസ്റ്റമർ എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ എക്സ്റ്റേണലി ആണ് ഇവിടെ ഈ ഒരു യൂസ് കേസിൽ അല്ലെങ്കിൽ ഈ ഒരു യൂസ് കേസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കസ്റ്റമർ എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ നമ്മൾ ഈ ബൗണ്ടറിക്ക് പുറത്ത് വരച്ചിരിക്കുന്നത്. അതേസമയം ഇൻറ്റേർണലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ഒരാളാണ് കസ്റ്റമർ എങ്കിൽ നമുക്ക് ഈ കസ്റ്റമറിനെ അകത്ത് വരയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനെ ഇൻറ്റേർണലി ഇൻട്രാക്ട് ചെയ്യുന്ന ആക്ടേഴ്സിന് നമ്മൾ ഈ ഒരു ബൗണ്ടറിക്കുള്ളിലായിരിക്കും, സിസ്റ്റം ബൗണ്ടറിക്കുള്ളിലായിരിക്കും നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ യൂസ് കേസിന് പേര് അത് നിർബന്ധമായിട്ടും വേണം. അതുപോലെ യൂസ് കേസ് ഡയഗ്രത്തിലെ പേര് നിർബന്ധമായിട്ടും വേണം. ഷുഡ് ബി ഐഡൻറ്റിഫൈ ദ ഫങ്ഷൻ ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പേരുണ്ടായിരിക്കണം. ദെൻ ആക്ടർ ഉണ്ട്, ദെൻ യൂസ് കേസസ് ഉണ്ട്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്സും കറക്റ്റായിട്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ടറാണ് കസ്റ്റമർ, ഇവിടെ യൂസ് കേസസ് ആണ് ഓർഡർ, അതുപോലെ അതിൻ്റെ എക്സ്റ്റൻഡഡ് റിലേഷൻഷിപ്പാണ് സ്പെഷ്യൽ ഓർഡറും നോർമൽ ഓർഡറും, അത് തമ്മിലുള്ള റിലേഷൻഷിപ്സും കറക്റ്റായിട്ട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. So this is an example of the use case diagram, and thank you for watching. Thank you. Bye.